അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ പേരെപ്പാടൻസ് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയിലെ മാർക്കറ്റ് ജംഗ്ഷനിലാണ്. ഇവിടെ പുതിയ കുറച്ച് ആൾക്കാരോട് നമ്മള് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ കമോൺ, നമ്മളെ ഇന്നത്തെ ആദ്യത്തെ ആള് ചേട്ടൻ പേരെന്തായിരുന്നു? ശിവകുമാർ ചേട്ടനാണ്. ചേട്ടന്റെ സ്ഥലം കൊട്ടാരക്കര അടുത്ത് തന്നെ. ഓക്കെ. അപ്പൊ പേരെപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോവാറുണ്ടോ? അറിയാം, നേരത്തെ അറിയാം. അവിടെ എങ്ങനെ സ്വർണ്ണമൊക്കെ എടുക്കാറുണ്ടോ? അവിടെ അത്യാവശ്യം വന്നിട്ടില്ല, അല്ലാതെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പേരെപ്പാടൻസ് ഗോൾഡ് പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ ഏപ്രിൽ 2 നല്ല ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുകയാണ്. അപ്പൊ അന്നേ ദിവസം നമ്മുടെ നറുക്കെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല വരുന്ന ആഴ്ചകളിലും കൂടാതെ 12 to 16 തീയതികളിൽ ഒരു ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ തരും. ആ ഗിഫ്റ്റ് വൗച്ചറായിട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലെ സ്ത്രീജനങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം പർച്ചേസ് ഇല്ലാതെ തന്നെ, ഒന്നും പർച്ചേസ് ചെയ്യാതെ തന്നെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫ്രീ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ഇത് നമ്മൾ അങ്ങോട്ടൊക്കെ തരും. തരണമെന്ന് തന്നെ നമ്മളൊരു ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം പറയും വേണം. ഓക്കെ. അപ്പൊ ശിവപ്രസാദ് ഏട്ടന് നാണമാണെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ചോദ്യം ചോദിക്കാം. ഓക്കെ. സിനിമകൾ കാണാറുണ്ടോ? വളരെ കുറവാ. സ്പോർട്സോ? സ്പോർട്സൊക്കെ ചെറുതായിട്ടൊക്കെ. ക്രിക്കറ്റ് കാണോ? ക്രിക്കറ്റ് താല്പര്യമില്ല. എന്നാലും ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. ഓക്കെ. നമ്മുടെ രോഹിത് ശർമ്മ ഇല്ലേ, ഇന്ത്യൻ ക്യാപ്റ്റൻ, പുള്ളിയുടെ IPL ടീം ഏതാ? എനിക്ക് ക്രിക്കറ്റുമായിട്ട് വലിയ ബന്ധമുള്ള ആളല്ല. എന്നാലും ഒരു 2 ഓപ്ഷൻ തരാം. ചെന്നൈ സൂപ്പർ കിങ്സ് ആണോ മുംബൈ ഇന്ത്യൻസ് ആണോ? മുംബൈ ഇന്ത്യൻസ്. ഓക്കെ, മുംബൈ ഇന്ത്യൻസ്. അപ്പൊ ക്രിക്കറ്റ് കാണില്ല എന്ന് പറയുകയും ചെയ്തു, ഉത്തരം പറയുകയും ചെയ്തു. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ, ഇത്രേ ഉള്ളൂ. ചേട്ടാ പിടിച്ചോ, ഗിഫ്റ്റ് വൗച്ചറാണ് ഇത്. 12 to 16 തീയതികളിൽ പേരെപ്പാടൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സമ്മാനങ്ങൾ കിട്ടും. പക്ഷെ ചേട്ടൻ പോയി കിട്ടില്ല. പകരം വീട്ടിലെ ചേച്ചിക്കോ അല്ലെങ്കിൽ മോളുണ്ടോ വീട്ടില്? ചേച്ചി ഇല്ല. അല്ലെങ്കിൽ ചേട്ടൻ അറിയുന്ന ആർക്കെങ്കിലും സ്ത്രീജനങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ സമ്മാനങ്ങൾ എന്തായാലും കിട്ടും. അതിനു മുന്നേ ഏപ്രിൽ 2 നമ്മുടെ എന്താണ് പേരെപ്പാടൻസ് ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുന്നത്. അപ്പൊ അതറിഞ്ഞല്ലോ? അറിഞ്ഞു. അപ്പൊ മറക്കണ്ട. ഓക്കെ, താങ്ക് യു. അപ്പൊ നമസ്കാരം. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷനിലെ ഒരു ഓട്ടോ ചേട്ടന്റെ അടുത്താണ്. ചേട്ടൻ പേരെന്താ? സനുകുമാർ. ഒരു വെറൈറ്റി പേരാണ്. സനൽകുമാർ, ശശിധരകുമാർ അങ്ങനെ കേട്ടിട്ടുണ്ട്. സനുകുമാർ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. നല്ല പേരാണ്. അപ്പൊ ചേട്ടാ, പേരെപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അത് ഏപ്രിൽ 2 ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുന്ന കാര്യം അറിഞ്ഞായിരുന്നോ? ഇപ്പൊ കണ്ടായിരുന്നു. പേരെപ്പാടൻസിൽ പോയിട്ടുണ്ടോ സ്വർണ്ണം എടുക്കാനൊക്കെ? പോയിട്ടില്ല. ഓക്കെ, സത്യസന്ധമായ ഉത്തരം പോയിട്ടില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഇനി പോവില്ല നമ്മള്? ഇനി പോവും. അപ്പൊ ചേട്ടാ, ഏപ്രിൽ 2 ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ്. ഫോണൊക്കെ നമുക്ക് പിന്നെടുക്കാം. അപ്പൊ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ്. മാത്രമല്ല 12 to 16 തീയതികളിൽ ചേട്ടൻ അവിടെ പോവാണെങ്കിൽ അത് വെറുതെ പോയി കിട്ടില്ല. ഒരു ഗിഫ്റ്റ് വൗച്ചർ ഞങ്ങളത് തരും. ആ ഗിഫ്റ്റ് വൗച്ചറായിട്ട് പോവാണെങ്കിൽ കുറെ സമ്മാനങ്ങളാണ് ചേട്ടന് വേണ്ടി കാത്തിരിക്കുന്നത്. പക്ഷെ ചേട്ടൻ പോയി കിട്ടില്ല. വീട്ടില് എന്താ പറയാ, ചേച്ചിയൊക്കെ എങ്ങനെ സ്വർണ്ണം എടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമല്ലേ? ആണ്. എങ്ങനെ മോളാണോ മോനാണോ വീട്ടില്? മോളും മോനും ഉണ്ട്. അപ്പൊ മോനോ നമ്മൾ ഈ തരുന്ന ഗിഫ്റ്റ് വൗച്ചറായിട്ട് പോയി കഴിഞ്ഞാല് ഒട്ടനവധി സമ്മാനങ്ങളാണ് ചേട്ടനെ കാത്തിരിക്കുന്നത്. പക്ഷെ ഗിഫ്റ്റ് വൗച്ചർ തരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയണം. ചോദിക്കട്ടെ? ഓക്കെ. ഒരു ഈസി ചോദ്യ. സിനിമ കാണാറുണ്ട് ചേട്ടൻ? എല്ലാ സിനിമയും കാണോ? എല്ലാ മോഹൻലാലോ മമ്മൂട്ടിയോ ഇഷ്ടം? മോഹൻലാൽ. അതെന്താ ലാലേട്ടനെ ഇഷ്ടം? ലാലേട്ടനെ ഇഷ്ടം. ഉത്തരവ് ലാലേട്ടനെ. എനിക്ക് ലാലേട്ടനെയാണ് ഇഷ്ടം. ഓക്കെ. ലാലേട്ടന്റെ എമ്പുരാൻ സിനിമ ഉണ്ടോ? ഇല്ല. കണ്ടു. എന്താ കാണാതെ? ലാലേട്ടൻ ഫാൻ ആണെന്ന് കേട്ടില്ല. അയ്യോ, ടിക്കറ്റ് ഇനി ഇപ്പൊ ടിക്കറ്റ് കിട്ടുമല്ലോ. ഇനിയിപ്പോ എല്ലാരുമായിട്ട് പോവാം. ഇനിയിപ്പോ ആ മൂടങ്ങ് പോയി. ആ ഫസ്റ്റ് ഡേ ഷോ ടിക്കറ്റ് ഇട്ട് ആ മൂടങ്ങ് പോയി എണ്ണം പറയുന്നത് അല്ലേ? അപ്പൊ അതിന്റെ സംവിധായകൻ ആരാ? എഴുതിയ മുരളി ഗോപിയാണ്. അത് ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഓക്കെ. എന്തായാലും ചേട്ടന് ഇതാ നമ്മുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് വരുന്നു. 12 to 16 തീയതികളിൽ ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചേട്ടൻ പോയി കഴിഞ്ഞാൽ, അതും ചേച്ചിയോ മോളോ ഇത് കൊണ്ടുപോകണം. പോയി കഴിഞ്ഞാൽ ഒട്ടനവധി സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. പക്ഷെ എന്തായാലും പോയില്ലേ? അപ്പൊ മറക്കാതെ ചേച്ചിക്കോ മോക്കോ കൊടുക്കണം. അടുത്തതായിട്ട് നമ്മളൊരു യങ് ടീനേജേഴ്സ് ആണോ നിങ്ങള്? യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന 2 പേരാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. പേരെന്താ? നന്ദന. ശ്രീഹരി നന്ദന. നല്ല അടിപൊളി പേര്. ചെറക്കിൽ ശ്രീഹരിയാണോ? അല്ല, വെറും ശ്രീഹരിയാണ്. നന്ദന, വെറും നന്ദന. ഓക്കെ. അപ്പൊ നമ്മളെ പേരെപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് വരികയാണ്. അപ്പൊ ഉദ്ഘാടനമാണ് ഏപ്രിൽ 2 നല്ല ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് നടത്തുന്നത്. അതിന്റെ കാര്യമല്ല അറിഞ്ഞായിരുന്നു? പേരെപ്പാടൻസിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. നല്ല കളക്ഷൻസ് ആണ് അവിടെ. സ്വർണ്ണമൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണോ? ഇല്ല. സ്വർണ്ണം താല്പര്യമില്ല. പക്ഷെ കഴുത്തേക്ക് കിടക്കാൻ സ്വർണ്ണം അല്ലേ? സ്വർണ്ണം താല്പര്യമില്ല, പക്ഷെ കഴുത്തിൽ ഞാൻ സ്വർണ്ണമൊക്കെ ഇടും. അങ്ങനത്തെ ഒരു ടീമാണ്. നമുക്ക് പിന്നെ സ്വർണ്ണം കുഴപ്പമില്ല. സത്യം പറഞ്ഞു, കഴുത്തിൽ സ്വർണ്ണം ഉണ്ടായിരുന്നെങ്കിൽ കള്ളം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങളൊരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് വരും. അപ്പൊ പറയില്ലേ? സിനിമാപരമായിട്ട് ചോദ്യം ചോദിക്കട്ടെ? പൃഥ്വിരാജിന്റെ സിനിമയായ അയ്യപ്പനും കോശി ഇറങ്ങിയ വർഷം ഏതാണ്?
2020 ആണോ? അതെ 2019 എങ്ങനെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ സമ്മാനമായിട്ട് തരികയാണ്. ഓക്കെ, അപ്പൊ ഇന്നേ ദിവസം ഈ 12-16 ദിവസങ്ങളിൽ ചെന്ന് കഴിഞ്ഞാല് സമ്മാനങ്ങൾ കിട്ടും. പക്ഷെ നീ പോയിട്ട് കാര്യമില്ല, ഒന്നെങ്കിൽ നന്ദനെ പോകണം, അല്ലെങ്കിൽ നന്ദന വീട്ടിലെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അനിയത്തിക്കോ ചേച്ചിക്കോ ആർക്കെങ്കിലും കൊടുത്താൽ മതി. അവർ പോയി കഴിഞ്ഞാൽ സമ്മാനങ്ങൾ ഒരുപാട് കിട്ടും. ഓക്കെ, അപ്പൊ പേരപ്പാടൻസിന്റെ റീ ഓപ്പണിംഗ് ആണ് April 2 നല്ല ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ്. അന്നേ ദിവസം പോയ നറുക്കെടുപ്പുകളുണ്ട്. കൂടാതെ ഈ ദിവസം 12-16 ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് സമ്മാനങ്ങളും കിട്ടും. പക്ഷെ അന്ന് നന്ദനയോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും ഒക്കെ പോകണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും പോകില്ലേ? ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ പച്ചക്കറികളെ സ്നേഹിച്ചൊരു ചേട്ടന്റെ അടുത്ത് പച്ചക്കറി കടക്കാരൻ, ചേട്ടന്റെ പേര് അനിയൻ കുഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഗൗരവക്കാരനാണല്ലോ, പേര് പോലെ അനിയൻ കുഞ്ഞ് അല്ലേ, കുഞ്ഞു മനസ്സാ അല്ലേ ചേട്ടാ, കുഞ്ഞു മനസ്സായിട്ടേ. അപ്പൊ ചേട്ടാ, പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അത് ഗോൾഡ് പാർക്ക് ആയിരുന്നു. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ April 2 ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുന്ന വിവരം ചേട്ടൻ അറിഞ്ഞോ? അറിഞ്ഞു. അപ്പൊ ചേട്ടൻ അറിഞ്ഞു എന്നാണ്, പലരും അറിഞ്ഞില്ല. കേട്ടു, പക്ഷെ ചേട്ടൻ ഞാൻ അറിഞ്ഞു. ചേട്ടന്റെ ഒറ്റ വാക്കുകൾ അറിഞ്ഞു, ചേട്ടൻ അറിഞ്ഞു അത്. ഓക്കെ ചേട്ടൻ, അത് മാത്രമല്ല അന്നേ ദിവസം നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ കിട്ടുന്ന വിവരം അറിഞ്ഞോ? അതും അറിഞ്ഞു. മാത്രമല്ല 1 ഗ്രാം സ്വർണ്ണം എടുത്താലും ഹോൾസെയിൽ പണിക്കൂലിയിലെ സ്വർണം കിട്ടുന്ന അറിഞ്ഞോ? അതും അറിഞ്ഞു. ചേട്ടൻ എല്ലാം അറിഞ്ഞു. പേരപ്പാടൻസിന്റെ എന്താ പറയാ ഒരു നിത്യ സന്തത സഹചാരിയാണ് ചേട്ടൻ, അതെനിക്ക് മനസ്സിലായി. സ്വർണം ആണല്ലേ ഈ സമയത്ത്? ഓ, അതാണ്. അപ്പൊ ചേട്ടൻ അറിയാം. അപ്പൊ ചേട്ടാ, നമ്മള് അത് മാത്രമല്ല ഈ 12-16 ദിവസങ്ങളിൽ, അത് April 12-16 ഒരു ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചെന്ന് കഴിഞ്ഞാല് കുറെ സമ്മാനങ്ങള് എന്താ പേരപ്പാടൻസ് ഒരുക്കുന്ന വിവരം അറിഞ്ഞോ? അതറിഞ്ഞില്ല. അത് മാത്രമേ അറിഞ്ഞില്ല. അതിപ്പോ നമ്മൾ അറിയിക്കും ചേട്ടൻ എന്താണല്ല. അപ്പൊ ചേട്ടാ, അന്നേ ദിവസം നമ്മളൊരു ഗിഫ്റ്റ് വൗച്ചർ അങ്ങ് തരും. ഈ ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചേട്ടന്റെ വീട്ടിലെ ചേച്ചിയോ അല്ലെ മോളോ ചെന്ന് കഴിഞ്ഞാല് ഒരുപിടി സമ്മാനങ്ങൾ, അതായത് പർച്ചേസ് ചെയ്യുന്നു വേണ്ട ഒരുപാട് സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മളങ്ങ് തരും ഇപ്പൊ ചേട്ടന്. പക്ഷെ തരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കും, അതിൽ ഉത്തരം ചേട്ടൻ പറയണം. അതിന് ഓക്കെയാണ് ചേട്ടൻ? ശരിയാ. ഓക്കെ, അപ്പൊ ചേട്ടൻ റെഡിയാണെന്ന് നമ്മൾ ചോദിക്കാം. ചേട്ടൻ മമ്മൂട്ടി ഫാനാണോ? ഫാനാണോ? അല്ല. മമ്മൂട്ടി ഫാൻ അല്ല. ഇതാണ് ചേട്ടൻ വെട്ടൊന്നും മുറിരണ്ടാണ്. വേറെ മമ്മൂട്ടി ഫാനാണല്ല, ഞാൻ മമ്മൂട്ടി ഫാൻ അല്ല ചേട്ടൻ പറയുന്നത്. അപ്പൊ ചേട്ടാ, അടുത്തതായിട്ട് മമ്മൂട്ടിയുടെ ഇറങ്ങാൻ പോകുന്ന സിനിമ ഏതാ? ബസൂക്ക. മമ്മൂട്ടിയെ ഇഷ്ടമല്ല, പക്ഷെ മമ്മൂട്ടിയുടെ അടുത്ത് ഇറങ്ങുന്ന സിനിമ ഏതാന്ന് ചേട്ടാ വെച്ചാ ബസൂക്ക. ആ ഒറ്റ ഉത്തരേ ഉള്ളൂ, അതാണ് ചേട്ടൻ. അപ്പൊ ചേട്ടാ, കൺഗ്രാറ്റ്സ്. അപ്പൊ ചേട്ടന് നമ്മൾ ഗിഫ്റ്റ് വൗച്ചർ അങ്ങ് കൊടുക്കാൻ പോവാണ്. ചേട്ടാ, ഗിഫ്റ്റ് വൗച്ചർ ചൂടോടെ അങ്ങ് പിടിച്ചോ. 12-16 തീയതികളുടെ ഇടയില് ചേട്ടൻ എപ്പോ പോവാണല്ലോ, പക്ഷെ ചേട്ടന്റെ വീട്ടിലെ ചേച്ചിയോ മോളോ ഇതും കൊണ്ടങ്ങ് പോയി കഴിഞ്ഞാല് സമ്മാനങ്ങളെ പെരുമഴയാണ്. എന്തായാലും കിട്ടിയിരിക്കും. പർച്ചേസ് ചെയ്യേണ്ട ഇതും ഞങ്ങൾ പോയാൽ മതി. ഓക്കെ, ഡൺ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മോടൊപ്പം ഇപ്പൊ വന്നു ചേർന്നിരിക്കുക ചേച്ചി പേരെന്താ? അഖില. സ്നേഹ. നല്ല പേരുകളാട്ടോ. അത് പറയുന്ന രീതിയും അഖില, സ്നേഹ, എന്ത് സ്നേഹത്തോടെ അല്ല രണ്ടുപേരും പേര് പറയുന്നത്. ഓക്കെ, അപ്പൊ പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് April 2 റീ ഓപ്പണിംഗ് ചെയ്യുന്ന കാര്യം അറിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അന്നേ ദിവസം നറുക്കെടുപ്പുള്ള കാര്യം അറിഞ്ഞു. ഓക്കെ, എന്നാ അറിഞ്ഞു, ഇപ്പൊ അവരറിഞ്ഞു. കൂടാതെ 12-16 തീയതികളില് ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമ്മാനങ്ങള് നിങ്ങളെ പോലെ സ്ത്രീജനങ്ങൾക്ക് കാത്തിരിക്കുന്നുള്ള ഇവർ അറിഞ്ഞോ? എന്നാ ഇപ്പൊ അറിഞ്ഞോ, ഒരു ഗിഫ്റ്റ് വൗച്ചർ ഞങ്ങൾ അങ്ങോട്ട് തരും. ഈ ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചെന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് പർച്ചേസ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ആ വൗച്ചറുമായിട്ട് അങ്ങ് ചെന്നാ മതി. അപ്പൊ പക്ഷെ വൗച്ചർ തരണമെന്ന് ഞങ്ങൾ കുറച്ച് ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയോ? ചോദിക്കട്ടെ. സിനിമ കാണാറുണ്ടോ? സിനിമയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഏതാ? മോഹൻലാല്. ഓക്കെ, മോഹൻലാലിന്റെ എമ്പുരാന് ശേഷം ഇറങ്ങാൻ പോകുന്ന സിനിമ ഏതാ? പടം അറിയില്ല. എന്നാലും പടം അറിയില്ല. പടത്തിന് ശോഭനയാണ്. അതെ, ശോഭന ഉണ്ടായില്ല. ശോഭനയും മോഹൻലാലും ആണ്. അത് ആരെ സംവിധാനം ചെയ്യുന്നതെന്ന് അറിയോ? അതറിയില്ല. പടത്തിന്റെ പേര് പറ, അതറിയോ? ഓക്കെ, നമ്മളിങ്ങനെ എങ്ങനെ പറയല്ലേ, ടു ബി കണ്ടിന്യൂഡ് എന്നൊക്കെ പറയും. അതിന്റെ മലയാളം എന്താ? കണ്ടിന്യൂ എന്ന് പറഞ്ഞ മലയാളത്തിന്റെ. ഓക്കെ, തുടരും. അപ്പൊ റൈറ്റ് ആൻസർ ആണ് തുടരും എന്നാണ് സിനിമയുടെ പേര്, രണ്ടുപേർക്കും. ഇപ്പൊ പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 12-16 തീയതികളിൽ ഈ വൗച്ചറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പർച്ചേസ് ഒന്നും ചെയ്യണ്ട, നേരെ ഇതുമായിട്ട് അങ്ങ് ചെല്ലുക. ഓക്കെ, അപ്പൊ ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് പേരെന്താ ചേച്ചി? സ്നേഹ. കാണുന്ന പോലെ തന്നെ ഭയങ്കര സ്നേഹനിധിയായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അതെ അല്ലേ? ഭയങ്കര സ്നേഹം തുളുമ്പുന്ന സ്നേഹ. അതെ. അപ്പോ പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് April 2 ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുന്ന കാര്യം അറിഞ്ഞില്ല. ഓക്കെ, അപ്പൊ പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നല്ല ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുന്ന കാര്യം ഇപ്പൊ അറിഞ്ഞില്ലേ? ഓക്കെ,
മാത്രമല്ല 12-16 തീയതികളിൽ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് മാത്രമായിട്ട് ഒരുപാട് ഓഫേഴ്സ് അല്ല, ഒരുപാട് സമ്മാനങ്ങൾ പേരപ്പാടൻസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യമല്ല അറിഞ്ഞായിരുന്നോ? ഇല്ല, അത് അറിഞ്ഞില്ല. സത്യസന്ധയാണ്, ഞാൻ അറിഞ്ഞില്ല. എന്ത് ചെയ്യാൻ, ആരും എന്നോടൊന്നും പറഞ്ഞില്ല അല്ലേ? അതുകൊണ്ടാണ്. അതെ, അപ്പൊ ഓക്കെ. ഒരു ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ 12-16 ദിവസങ്ങളിൽ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾ ലേഡീസിനെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഗിഫ്റ്റ് വൗച്ചർ തരണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും, അതിന് ശരിയായ ഉത്തരം പറയണം. പറയോ? ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്. നാഗവല്ലി എന്ന കഥാപാത്രം ഏത് സിനിമയിൽ നിന്നാണ്? പക്ഷേ സിമ്പിൾ ചോദ്യം. ഒന്നുകൂടെ ഒരു ഡിഫിക്കൽട്ട് ചോദ്യം ചോദിക്കാം അല്ലേ? ഡിഫിക്കൽട്ട് ചോദ്യം ചോദിക്കട്ടെ? വേണ്ട. ഓക്കെ, അപ്പൊ ഡിഫിക്കൽട്ട് ചോദ്യം വേണ്ടെന്നാണ്. എന്തായാലും കൊടുത്തേക്കല്ലേ, പാവല്ലേ നമ്മളിങ്ങനെ. ഓക്കെ, ഇതാ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. 12-16 ദിവസങ്ങളുടെ ഇടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് ഇതുകൊണ്ട് പോയാൽ മതി, പർച്ചേസ് ഒന്നും ചെയ്യേണ്ട, സമ്മാനങ്ങൾ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ സ്നേഹയ്ക്ക് ഭയങ്കര സ്നേഹത്തോടെ പേരപ്പാടൻസ് സമ്മാനങ്ങൾ തരും. അപ്പൊ സ്നേഹയ്ക്ക് സ്നേഹത്തോടെ ഞങ്ങൾ ഗിഫ്റ്റ് വൗച്ചർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഏപ്രിൽ 2-ാം തീയതി റീ ഓപ്പണിംഗ് കാണാതെ മറക്കണ്ട. അന്നേ ദിവസം ചെന്നാൽ നറുക്കെടുപ്പിൽ സമ്മാനങ്ങളുണ്ട്. കൂടാതെ ഈ ദിവസം ഈ വൗച്ചറായിട്ട് ചെന്നാലും കുറെ സമ്മാനങ്ങൾ നിങ്ങൾ ലേഡീസിന് കാത്തു വെച്ചിട്ടുണ്ട് പേരപ്പാടൻസ്. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ ചേട്ടാ പേരെന്താ? അരുൺ എന്നാണ് ചേട്ടൻ്റെ പേര്. അരുൺ, വളരെ നല്ല പേരല്ലേ അരുൺ? നല്ല ഒരു എന്താ പറയാ, ഒരു യൂത്തന്മാർക്ക് ഇടാൻ പറ്റിയ പേരാ. ചേട്ടൻ കണ്ട യൂത്തൻ തന്നെയാണ്, പക്ഷെ എന്നാലും അല്ലെ ഒരു പവർഫുൾ പേര് അല്ലേ ചേട്ടാ? ചേട്ടാ പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് പോയിട്ടുണ്ടോ ചേട്ടൻ? പോയിട്ടുണ്ട്. എന്നാ അതിന്റെ റീ ഓപ്പണിംഗ് ഏപ്രിൽ 2-ാം തീയതി ആണെന്നുള്ള കാര്യം അറിഞ്ഞോ? അറിഞ്ഞു. ചേട്ടനെ അറിഞ്ഞെന്ന്? ആഹാ, വണ്ടർഫുൾ. ഓക്കെ, അപ്പോ ഈ പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് നല്ല ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് നടത്തുന്നത്. അന്നേ ദിവസം ഒരുപാട് ഓഫറുകളും പിന്നെ നറുക്കെടുപ്പുകളൊക്കെ നടക്കുന്ന കാര്യം അറിഞ്ഞോ? എന്തെങ്കിലും നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞില്ല, വിശദമായിട്ട് അറിഞ്ഞില്ല. ഗ്രാൻഡ് റീ ഓപ്പണിംഗ് കാര്യം ചേട്ടൻ അറിഞ്ഞു? ഓക്കെ. കൂടാതെ 12-16 തീയതികളിൽ ഒരു ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമ്മാനങ്ങൾ ചേട്ടനെ കാത്തിക്കുന്ന കാര്യം അറിഞ്ഞായിരുന്നു? അതിപ്പോ നിങ്ങൾ പറയുമ്പോ ഞാൻ പറയുമ്പോ അറിഞ്ഞു. ഓക്കെ ചേട്ടൻ സത്യം, ഞാൻ പറയുമ്പോ നീ അറിഞ്ഞു. അതാണ്. അതെ, അപ്പൊ ചേട്ടാ ഈ 12-16 തീയതികളിൽ നമ്മളൊരു ഗിഫ്റ്റ് വൗച്ചർ അങ്ങ് തരും. ഈ ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചേട്ടന്റെ വീട്ടിൽ ചേച്ചിക്കോ അല്ലെങ്കിൽ മക്കളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമ്മാനങ്ങൾ അവരെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, പക്ഷെ ആ ഗിഫ്റ്റ് വൗച്ചർ ഞങ്ങൾ തരണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയണം. ചേട്ടൻ പറയോ? അറിയാമെങ്കിൽ പറയാം. ഞാൻ അറിയാമെങ്കിൽ ആ ഉത്തരം ഞങ്ങൾക്ക് പറയാം, അത്രേ ഉള്ളൂ. ചേട്ടന് വേറെ ഇതൊന്നുമില്ല. ഓക്കെ ചേട്ടാ, ചോദ്യം ഇത്രേ ഉള്ളൂ. ഇന്ത്യൻ സിനിമയുടെ ബാദ്ഷ എന്ന് അറിയപ്പെടുന്ന ആരാണ്? അമിതാഭ് ബച്ചൻ. എന്റെ പൊന്നോ, ഉത്തരം അറിയാമെങ്കിൽ ഞാൻ പറയാം. ഉത്തരം അറിഞ്ഞു, ഞാനങ്ങ് പറഞ്ഞു. ഇത്രേ ഉള്ളൂ അരുൺ ചേട്ടൻ. അപ്പൊ ഇന്ത്യൻ സിനിമയുടെ ബാദ്ഷ അമിതാഭ് ബച്ചൻ ആണെന്ന് തോന്നുന്നല്ല, ആണ് അമിതാഭ് ബച്ചൻ തന്നെ. ഓക്കെ, അപ്പോ ചേട്ടനുള്ള ഗിഫ്റ്റ് വൗച്ചർ ഇതാ, പിടിച്ചോ. 12-16 തീയതികളിൽ ഈ ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചേട്ടന്റെ വീട്ടിൽ ചേച്ചിയോ മകളോ ചെന്ന് കഴിഞ്ഞാല് ഒരുപാട് സമ്മാനങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. അപ്പൊ ചേട്ടൻ അവർക്ക് കൊടുക്കില്ലേ? ഇത് തീർച്ചയായിട്ടും ചേട്ടൻ പോരെ, ചേട്ടന്റെ ചേച്ചിയോ മോളോ പോകണം. ഓക്കെ, വീട്ടില് മക്കളെ എത്ര പേരുണ്ട്? 2 പേര്. 2 പെൺകുട്ടികളാണ്. അപ്പൊ 2 ഇരിക്കട്ടെ, 2 പേർക്കും അങ്ങ് പോവാലോ. ഇതാ ഒന്നുകൂടി അങ്ങ് പിടിച്ചോ. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ. അപ്പൊ ചേട്ടാ, ഈ പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് 12-16 തീയതികളിൽ നമ്മളൊരു ഗിഫ്റ്റ് വൗച്ചർ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമ്മാനങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ സമ്മാനം ചേട്ടൻ പോയാൽ കിട്ടില്ല. ചേട്ടന്റെ വീട്ടിൽ ചേച്ചിയോ മോളോ ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും. അപ്പൊ ഓക്കെ, അപ്പോ ഈ ഇത് ഗിഫ്റ്റ് വൗച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി അല്ലേ ചേട്ടൻ? ഓക്കെ, ഒരു ഡയലോഗ് എന്ന് പറയാം. ഇത് ഏത് സിനിമയിലാണെന്ന് ചേട്ടൻ പറയണം. ഓക്കെ, അജേഷാണ്. അജേഷ് കുത്തുവള ഉണ്ടാക്കിയാണ് അത്. നമ്മൾ കിട്ടുന്ന സ്പേസിൽ നമ്മൾ അധ്വാനിക്കും. ഇതേ സിനിമയിൽ ആര് പറഞ്ഞ? വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസനെ പോലെ തന്നെ ഒരു ജനപ്രിയനാ ശ്രീനിവാസൻ. വേറെ കൂടുതൽ ഒരു ജോസഫാ. ഏതൊരു ജോസഫാ? ബേസിൽ ജോസഫ് അറിയില്ലേ? ബേസിൽ ജോസഫ്. അപ്പൊ ചേട്ടന് ബേസിൽ ജോസഫിനെ അറിയാം, പക്ഷെ പെട്ടെന്ന് ചോദിച്ചപ്പോ കിട്ടിയില്ല. അതാണ്. അപ്പൊ ചേട്ടാ, ഇതാണ് ഗിഫ്റ്റ് വൗച്ചർ. ഈ ഗിഫ്റ്റ് വൗച്ചറായിട്ട് ചേട്ടൻ ചെന്ന് കഴിഞ്ഞാല് 12-16 ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചെന്ന് കഴിഞ്ഞാല് ഒരുപാട് സമ്മാനങ്ങൾ ചേട്ടനെ കാത്തിരിക്കുന്നുണ്ട്. അത് പർച്ചേസ് ഒന്നും ചെയ്യണ്ട, ഇതുമായിട്ട് ചെന്നായി. പക്ഷെ ചേട്ടൻ ചെന്നിട്ട് കാര്യമല്ല, പെങ്ങന്മാരൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാല് എന്തായാലും കിട്ടും. അപ്പൊ അവർക്ക് ഇത് കൊടുക്കുക, സമ്മാനങ്ങൾ വാങ്ങി പോരുക. ചേട്ടൻ ഹാപ്പി ആയില്ലേ? മാത്രമല്ല ഏപ്രിൽ 2-ാം തീയതി നമ്മുടെ പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന പേരിൽ വരികയാണ്. അതിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ്. വന്ന ദിവസം പോകണം. പോയില്ലേ? ഓക്കെ, താങ്ക് യു. പേരെന്താ ചേട്ടാ? ജെയിംസ്. നല്ല പവർഫുൾ പേരാണ്. ചേട്ടനെ പോലെ നല്ല പവർഫുൾ പേരും. അപ്പൊ ചേട്ടാ, ഇവിടെ അടുത്ത് തന്നെയാണോ? ഇവിടെ അടുത്ത് തന്നെയാണ്. ചേട്ടൻ സ്വർണ്ണമൊക്കെ വാങ്ങിക്കുന്ന കൂട്ടത്തിലാണോ? അങ്ങനെ സ്വർണ്ണം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അതാണ് അല്ലേ? പൈസയുടെ ഇതുണ്ട്. പൈസ
പൈസയുടെ പ്രശ്നമാണോ? അതിനാണ് ഈ പൈസയുടെ പ്രശ്നമൊക്കെ പരിഹരിക്കുക. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇപ്പൊ 1 ഗ്രാം സ്വർണം വാങ്ങിക്കാനാണെങ്കിലും അതിനൊരു സ്കീമുമായിട്ട് അല്ല അതിനൊരു ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിട്ട് പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നല്ല ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുവാണ് April 2 അതറിഞ്ഞോ? ഇല്ല അറിഞ്ഞില്ല. അപ്പൊ ഈ 1 ഗ്രാം സ്വർണം വാങ്ങിക്കാൻ പോവാണെങ്കിലും ചേട്ടൻ ഈ പേരപ്പാടനിലോട്ട് ചെന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 1 ഗ്രാം സ്വർണ്ണം ആണെങ്കിൽ ഹോൾസെയിൽ പണിക്കൂലി നമുക്ക് അവിടെ ലഭിക്കും. അതറിഞ്ഞായിരുന്നോ? അപ്പൊ അതൊക്കെ അറിയാം. ഇപ്പൊ ചേട്ടൻ അറിഞ്ഞു എന്ന് കൂട്ടിക്കോ. April 2 പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നല്ല ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുകയാണ്. ഇവിടെ നമ്മുടെ എന്താ പറയാ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് അറിയാം. ഓക്കെ. അന്നേ ദിവസം നല്ല നറുക്കെടുപ്പും ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ പേര് അറിഞ്ഞായിരുന്നോ? അത് പറഞ്ഞില്ല. അപ്പൊ ഇപ്പൊ അറിഞ്ഞില്ല ചേട്ടൻ? ഹാപ്പി. ഇപ്പൊ ചേട്ടൻ അറിഞ്ഞു, ചേട്ടൻ ഹാപ്പിയാണ്. അപ്പൊ ചേട്ടാ മാത്രമല്ല April 12, 16 തീയതികളിൽ ഒരു കൂപ്പണുമായിട്ട് ചെന്ന് കഴിഞ്ഞാല് പ്രത്യേകിച്ച് സ്ത്രീകൾ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഓഫറുകൾ കിട്ടും. ഓഫർ അല്ല, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും. അപ്പോ ആ കൂപ്പൺ ഇപ്പൊ ചേട്ടനെ ഞങ്ങൾ തരാൻ പോവാണ്. പക്ഷെ തരുന്നതിന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരങ്ങൾ പറയണം. പറയില്ലേ? അറിയാമെങ്കിൽ പറയാം. ഞങ്ങൾ അറിയാമെങ്കിലേ പറയുള്ളൂ. എന്റെ പേര് ജെയിംസ് ആണ്. ഞാൻ അറിയാമെങ്കിലേ പറയുള്ളൂ അല്ലെ? ഓക്കെ. ചേട്ടാ ചേട്ടൻ പാട്ട് പാടുവോ? പാട്ട് പാടത്തില്ല. അല്ലെ എന്റെ കൂടെ പാടിയ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ മീങ്കാരി പെണ്ണിനെ കണ്ടു ഞാൻ. ഓക്കെ, അത് മതി. ചേട്ടൻ എന്തായാലും പാടാത്ത ചേട്ടൻ പാടാന്ന് പറഞ്ഞല്ലോ, അതന്നെ വലിയ കാര്യം. ഇത് വീട്ടില് ചേച്ചിയോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. ഇതുമായിട്ട് അവര് പേരപ്പാടൻസിൽ 12, 16 തീയതികളിൽ April 12, 16 ഇടയിൽ പോയി കഴിഞ്ഞാല് ഒരുപാട് സമ്മാനങ്ങൾ അവർക്ക് കിട്ടും. ഹാപ്പി ആയില്ലേ? അപ്പൊ ഓക്കെ, ഞങ്ങൾ ഹാപ്പി. ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു, ഒരുപാട് പേർക്ക് സമ്മാനങ്ങൾ കൊടുത്തു. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പി. അപ്പോൾ കൊട്ടാരക്കരയിൽ April 2 പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നല്ല ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടത്തുകയാണ്. അത് എല്ലാ കൊട്ടാരക്കരക്കാരുടെ മനസ്സിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നാളെ പുതിയ ആൾക്കാരുമായിട്ട് പുതിയ സമ്മാനങ്ങളുമായിട്ട് നമ്മൾ വരും. അപ്പോൾ അതുവരേക്കും ഹരി സൈനിങ് ഓഫ്. താങ്ക് യു. Perepardens Gold and Diamonds, manufacturers and wholesalers. കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, നെടുമങ്ങാട്, നെയ്യാറ്റൻകര,